പ്രജകളെ കാണാനെത്തുന്ന മഹാബലി തമ്പുരാനോട് ഒരു അഭ്യർത്ഥനയാണ്. കൊല്ലത്തെത്തി അവിടെ നിന്ന് ടൂറിസം കേന്ദ്രമായ മൺട്രോത്തുരുത്തൂർ കാണാമെന്ന് കരുതി പെരുമൺ പാലത്തിലേക്ക് എത്തരുത്. എത്തിയാൽ തന്നെ ആ പാലത്തിൽ കയറരുത്. കയറിയാൽ മൺട്രോത്തുരുത്തിലെത്തില്ല, നേരെ പാതാളത്തിലേക്ക് പോകും. അഷ്ടമുടിക്കായലിൻ്റെ ഇരുകരകളിൽ നിന്നുമായി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. നിർമ്മാണം ഏതാണ്ട് പകുതിയോളം പൂർത്തിയായി മധ്യഭാഗത്തെത്തിയപ്പോൾ ആ നിർമ്മാണം നിലച്ചു. അതായത് നടുഭാഗമില്ലാത്ത പാലമായി പെരുമൺ പാലം മാറി. 43 കോടി രൂപ മുടക്കി 425 മീറ്റർ നീളത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടൂറിസം കേന്ദ്രമായ മൺട്രോത്തുരുത്തിലേക്ക് വേഗത്തിൽ എത്താൻ സാധിക്കും. സാധാരണ രീതിയിലുള്ള പാലം നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം. നിർമ്മാണം പകുതി പിന്നിട്ടതോടെ സ്പ്രിംഗിൽ തൂക്കിയിടുന്ന തരത്തിലുള്ള നാവിഗേഷൻ സ്പാൻ മധ്യഭാഗത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കരാറുകാരൻ ഈ തീരുമാനത്തെ എതിർത്തതോടെ പാലം നിർമ്മാണം നിലച്ചു. വിവിധ ചർച്ചകൾക്കൊടുവിൽ നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ടൂറിസം കേന്ദ്രമായ പ്രകൃതി രമണീയമായ മൺട്രോത്തുരുത്താണ്. ഇവിടേക്ക് പോകാൻ ഈ പാലം ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 30 കിലോമീറ്ററെങ്കിലും ലാഭിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ പ്രദേശത്ത് ഒട്ടേറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. അവരുടെ യാത്രാ ദുരിതത്തിനു കൂടി പരിഹാരമാകും. മൺട്രോത്തുരുത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരും നാട്ടുകാരും ഇപ്പോൾ കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ഞങ്ങൾ ഈ മനുഷ്യർ പട്ടംതുരുത്തിലും പേഴുംതുരുത്തിലും അങ്ങോട്ടൊക്കെ ഉള്ള ജനങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും നടക്കാൻ ജങ്കാറില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലവും വേണം, നമുക്ക് അതൊരു ഉപകാരമില്ലേ. മാവേലിക്ക് നിങ്ങൾ അങ്ങോട്ട് വരാൻ വഴിയില്ലല്ലോ. മാവേലി ശരിയാ. ചേട്ടാ, ഈ പാലം എത്ര ഇങ്ങനെ ആയിട്ട്? പാലമായിട്ട് ഇപ്പോൾ ഒരു 3 വർഷവും നടക്കുമല്ലേ? യാത്രാ ദുരിതം ഉണ്ടോ? ഉണ്ടോന്നോ അതേ ഉള്ളു. ഇപ്പൊ ജങ്കാറും ഇല്ല. 3 കിലോമീറ്റർ നടന്ന് വണ്ടിയില്ല. ടൂറിസം വികസനത്തിനടക്കം പ്രയോജനം ചെയ്യുന്ന പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതിൽ സഞ്ചാരികളും പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ തുരുത്തിൽ പണ്ട് ഇവിടെ വന്നിട്ട് അങ്ങ് പോണി കുണ്ട്ര പോയി കറങ്ങി ഒരുപാട് കറങ്ങണം. 30 കിലോമീറ്റർ 40 കിലോമീറ്ററോളം കറങ്ങണം. എളുപ്പത്തിന് പണ്ട് ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ നടക്കേണ്ട ആവശ്യം. പാലം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റുമായിരുന്നു. പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനാകുമെന്നാണ് കൊല്ലം MLA M മുകേഷിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. ഈ പാലത്തിന്റെയും കല്ലടയാറിന് കുറുകെയുള്ള കണ്ണങ്കാട് പാലത്തിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ ഗതാഗത പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാകും. ദേശീയ പാതയിലെ അടക്കം ഗതാഗത കുരുക്ക് അഴിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. പക്ഷേ ആ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.